അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. ബഹുമാനികളെ, ഇതുവരെ മദ്രസയുടെ 44ാം വാർഷിക പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട സന്തോഷകരമായ മജ്ലിസുകളാണ് എങ്കിൽ ഈ അനുസ്മരണ സദസ്സ് ഏറെ വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന സദസ്സാണ്. ഒരു ഉപ്പാക്ക് തുല്യമായി ഞങ്ങളെയൊക്കെ 8 വർഷം ഒരു കുറവും വരുത്താതെ പോറ്റി വളർത്തിയ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ തീർത്തും ഞങ്ങൾ അശക്തരാണ്. എങ്കിൽ പോലും ആ മഹാനവറുകളുടെ കൂടെയുള്ള ചെറിയ നിമിഷങ്ങൾ പോലും ഏറെ ആഹ്ലാദകരമായിരുന്നു. പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരികയും നസീഹത്ത് നൽകുകയും ചെയ്യും എന്നതിലുപരി വ്യക്തിപരമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പഠനശേഷം ഒരു ദീനി സ്ഥാപനം ഉണ്ടാക്കുകയും അതിൻ്റെ കാര്യം അദ്ദേഹം അറിയുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിനുള്ള സന്തോഷം, അദ്ദേഹം എത്രത്തോളം ആഹ്ലാദിച്ചു. അദ്ദേഹം മദ്രസയിൽ വരുമ്പോൾ, നിലമ്പൂരിലെ നമ്മുടെ മദ്രസയിൽ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ വരുമ്പോഴൊക്കെ എന്നൊക്കെ അദ്ദേഹം കുട്ടികളുമായി സംസാരിച്ചിട്ടുണ്ടോ, അദ്ദേഹം ആദ്യം അഭിസംബോധന ചെയ്യൽ നിങ്ങൾ എൻ്റെ പേരമക്കളാണ് എന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ അദ്ദേഹം തന്നെ ചോദിക്കും, നിങ്ങൾ എങ്ങനെ എൻ്റെ പേരമക്കളാകുമെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളെ ഉസ്താദുമാരെ അവരെൻ്റെ മക്കളാണ്, ആ മക്കളുടെ മക്കളായ നിങ്ങൾ എൻ്റെ പേരമക്കളാണ് എന്ന് പറഞ്ഞത് ഒരു നാവ് കൊണ്ടുള്ള വാക്കായിരുന്നില്ല, ഹൃദയം കൊണ്ടുള്ള ആത്മാർത്ഥമായ വാക്കായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയൊക്കെ സ്വന്തം മക്കളായിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് മക്കളുടെ മുഖേന ഉണ്ടായ സ്ഥാപനങ്ങളെ മക്കളെപ്പോലും പേരമക്കൾ എന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്യാൻ മറക്കാതെ പോയത്. ബഹുമാനികളെ, ഈ സമയത്ത് എനിക്കൊരു ആയത്ത് ഓർമ്മ വരികയാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ അതൊരു ധാന്യം, അത് കൊയ്ച്ചിടുന്നത് പോലെയാണ്. ആ ധാന്യത്തിൽ നിന്നും 7 കതിരുകളുണ്ടായി. ആ ഓരോ 7 കതിരുകളിലും 100ഓളം വിത്തുകൾ, ധാന്യങ്ങൾ വീണ്ടും ഉണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികരിപ്പിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ബഹുമാനായ ഹാജിക്ക് അവറുകൾ ഈ നജ്മുൽ ഹുദയെ ഉണ്ടാക്കി. ഈ നജ്മുൽ ഹുദയിലൂടെ ഇന്ന് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം എണ്ണിയാലൊടുങ്ങാത്ത സ്ഥാപനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കിതാബെല്ലാം പഠിപ്പിക്കുന്ന 7 സ്ഥാപനങ്ങൾ, ആ 7 സ്ഥാപനങ്ങളുടെ പിന്നും വീണ്ടും 100ഓളം കതിരുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ധാന്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എവിടെ പോയി നോക്കിയാലും നജ്മികൾ ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ, നമ്മുടെ ദുആ മദ്രസയാകട്ടെ, കൂറ്റമ്പാറ മദ്രസയാകട്ടെ, മഞ്ചേരിയിലെ മദ്രസകളാകട്ടെ, കോഴിക്കോടിലെ മദ്രസകളാകട്ടെ, കണ്ണൂരിലെ മദ്രസകളാകട്ടെ, മലപ്പുറം ജില്ലയിൽ തന്നെ ഞാൻ എണ്ണിയിട്ട് 15ലധികം സ്ഥാപനങ്ങൾ ഈ നജ്മികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇവിടെയെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഇനി അതിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ നെൽക്കതിരുകളും അത് വീണ്ടും ധാന്യങ്ങളായി അത് മുളച്ച് വീണ്ടും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഹിദായത്തിന് പ്രകാശം ലഭിക്കുന്ന കാരണക്കാരൻ അദ്ദേഹമായി മാറിയതെന്നുള്ളത് എത്ര വലിയ ഭാഗ്യമാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സെലക്ഷൻ ജനാസ ഇവിടെ അടക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഈ സ്ഥാപനത്തിൽ 2-3 മാസം മുമ്പ് ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ഒരാൾ എന്നെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എനിക്ക് വേങ്ങര ഒരു സ്ഥാപനം ഉണ്ടാക്കണം, അപ്പം ഇവിടെ വന്ന് സംസാരിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഹാജിക്ക മരിച്ച അന്ന് എൻ്റെ മനസ്സ് പറഞ്ഞതാണ് ഒരു ദീനി സ്ഥാപനം ഉണ്ടാക്കണമെന്ന്. വളാഞ്ചേരി പോയപ്പോൾ അവിടെ നിന്നും ഒരാൾ പറഞ്ഞു, ഈ സ്ഥാപനം ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള കാരണം ഹാജിക്കയുടെ മരണമാണ് എന്ന്. ഹാജിക്കയുടെ ജനാസ കൊണ്ടുവന്ന് പിറ്റേന്ന് ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ദീനി സ്ഥാപനം ഉണ്ടാക്കണം. 3 ആൾക്കാർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മരണം പോലും ദീനിൻ്റെ സ്ഥാപനങ്ങളുടെ ഉണ്ടാകലിന് വളർച്ചയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസ് മാത്രമാണത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
സമ്പത്ത് നൽകിയവരോട്, കഴിവ് നൽകിയവരോട് ഒരൊറ്റ അപേക്ഷ. ഇന്ന് ഹാജിക്കാക്ക് ഉപകാരപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഈ ദീനി സ്ഥാപനവും അതിൻ്റെ സമ്പാദ്യവും അതിനുണ്ടാകുന്ന ഫലങ്ങളുമാണെങ്കിൽ നിങ്ങളും അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ കഴിവുകൾ ഇൽമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെലവഴിക്കണമേ എന്ന് ദുആ പ്രത്യേകമായി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ, തലമുറകൾ അള്ളാഹു അവരെ പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ അൽഹംദുലില്ലാഹ് ആ ഉപ്പയുടെ മനസ്സ് വായിക്കുകയും അത് കൂടെ നടന്നത് മനസ്സിലാക്കുകയും ആ ഉപ്പ ആഗ്രഹിച്ചതിനേക്കാൾ നമ്മളൊക്കെ സ്വപ്നത്തിൽ കാണുന്നതിനപ്പുറം ഇന്നലെയൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് സ്വപ്നത്തിലാണെന്ന് വിചാരിക്കുകയാണ്. ഈ നജ്മുൽ ഹുദ ഇങ്ങനെയൊക്കെ ആകുമോ, ഇങ്ങനെയൊക്കെ ആക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുമാർ ഈ സ്ഥാപനത്തിൻ്റെ യശസ്സും ഉഷസ്സും വാനോളം ഉയർത്തിയ അദ്ദേഹത്തിൻ്റെ മക്കളെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഉസ്താദുമാരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.